ഐഫോൺസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു ഹീറോ മോട്ടോ കോർപ്പിന്റെ ഹീറോ വിഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വർഷം മുമ്പാണ് ഈ ഒരു സ്കൂട്ടർ നമുക്ക് ലോഞ്ച് ചെയ്ത് ഡെലിവറി തുടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ആദ്യം ഇറങ്ങിക്കഴിഞ്ഞ് പല കസ്റ്റമേഴ്സും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്വിച്ചസിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. വലിയ നമ്മളിപ്പോൾ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള പല ഇലക്ട്രിക് സ്കൂട്ടറുകളും ഉള്ള പോലത്തെ പല പ്രശ്നങ്ങളും ഇതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം ഇതുപോലുള്ള ഇത് കൂടുതലും നല്ലതാണെങ്കിൽ കുറച്ച് ആളുകൾക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച ഒരു വേരിയന്റ് കൂടിയാണ് ഈ ഒരു വിഡ എന്ന് പറയുന്നത്. കാരണം ഒരു ബ്രാൻഡഡ് വണ്ടിയാണ്. ഹീറോ മോട്ടോ കോർപ്പ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പെട്രോൾ വണ്ടികളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി ഈ ഒരു വണ്ടിയും വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളത് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വേരിയന്റ് കൂടിയാണ്. പക്ഷേ ഈ ഒരു സംഭവം കേട്ടപ്പോൾ നമുക്കത് അങ്ങനെ ഇനി തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്നലെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഹീറോ വിഡ ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് മീൻസ് അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടയർ ഊരി തെറിച്ച പോലെയാണ് തോന്നുന്നത്. ആക്സിഡന്റ് മറ്റു വണ്ടിക്ക് ഇടിക്കുകയോ അല്ലെങ്കിൽ കട്ടർ ചാടുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ വരാനുള്ള യാതൊരു സാഹചര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈവേ ആണ്, നല്ല റോഡാണ്. കട്ടറിലൊന്നും കുഴിയിലൊന്നും ചാടേണ്ട ഒരു സ്ഥിതി അവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ വേറെ വണ്ടിക്ക് ഇടിച്ചതായിട്ടുള്ള ഒരു പോറലോ പൊട്ടലോ ഒടിഞ്ഞ് പിന്നെ ഫ്രണ്ട് കയറിയിരിക്കുന്നോ അല്ലെങ്കിൽ സൈഡോട്ടിൽ ഇടിച്ചിട്ടുള്ള പാടോ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഒരു പാടും കാണുന്നില്ല. വണ്ടി ടയർ ഊരി തെറിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം എടുത്ത ആളുകളും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടതിന് ശേഷം ഇതിന്റെ ബലം പരിശോധന നിങ്ങൾ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പം ലേഡീസ് ഒക്കെ ആണ് ചിലപ്പോൾ ഈ കൂടുതൽ വണ്ടികൾ ഓടിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ഒരു വർഷം മുമ്പാണ് ഇതിന്റെ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പല ആളുകളും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ നമ്മൾ ഷോറൂമിൽ, നമ്മൾ കോഴിക്കോട് ഷോറൂമിൽ ഇവരെ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച് ഇവർ നമ്മളിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക, അല്ലാണ്ട് വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹീറോ വിഡയുടെ ഒരു സ്പെക്സ് റിവ്യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു വണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് റിവ്യൂ ഒന്നും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവർ നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇവർ നമ്മളിട്ട് വട്ടം കറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ സാറിനോട് ചോദിക്കട്ടെ എന്ന് പറയും, പിറ്റേ ദിവസം പറയാമെന്ന് പറയും. പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ എടുക്കൂല. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുമ്പോൾ വേറൊരാളെടുത്തിട്ട് പറയും സാറിനോട് ചോദിച്ചിട്ടെന്ന് പറയും. അങ്ങനെ ഇവർ മൊത്തത്തിൽ നമ്മളിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കല്ലാതെ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാനൊന്നും തന്നിട്ടില്ല. ഒരു കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുമില്ല, തരാൻ പറ്റില്ല എന്ന് പറയത്തുമില്ല. നമുക്ക് തരാതിരിക്കാനുള്ള ഒരു മാർഗം ഇതെന്ന് നമുക്ക് തോന്നി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു അത് ഇപ്പോൾ തൽക്കാലം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ട് റിവ്യൂ കൊടുക്കാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിളിച്ചു നോക്കി, അന്നേരം പിന്നെ ഫോൺ എടുക്കൂല, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് പല യൂട്യൂബേഴ്സും റിവ്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ അത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ വണ്ടി റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനും കൂടി അതിനകത്തൊരു ഉത്തരവാദിയാന്നുള്ളൊരു രീതിയിൽ വന്നത്. അതുകൊണ്ട് എന്തായാലും നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അപ്പോൾ മെയിൻലി ഈ വണ്ടി എടുത്ത ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറയാനുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.